അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA ഫ്ലെയിം സമഗ്ര വിദ്യാഭ്യാസ കർമ്മ പദ്ധതി 4ാം എഡിഷന്റെ ഫ്ലെയിം എഡ്യു കോൺക്ലേവ് 2025 സംഘടിപ്പിച്ചു. അനുമോദന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് 8-9 വർഷം മുമ്പ് ആ മണ്ഡലത്തിലേക്ക് 10 വർഷമായി തോന്നുന്നു 10 വർഷം മുമ്പ് ആ മണ്ഡലത്തിലേക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അനുവദിച്ച കോളേജ് ഇന്ന് വരെ പ്രാബല്യത്തിലായിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ പരാതിയാണ്. ആ പരാതി കേൾക്കുമ്പോൾ ഒക്കെ ഞാൻ ഷംസുദ്ദീനെ ഓർത്തു. ഇത് ആദ്യഘട്ടം കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലമാണ്, ഉമ്മൻചാണ്ടിയുടെ കാലമാണ്. അന്ന് കേരളത്തിൽ 30ഓളം പുതിയ കോളേജുകൾ അനുവദിച്ചതിൽ ആദ്യത്തെ കോളേജ് മണ്ണാർക്കാട്ടെ അട്ടപ്പാടി കോളേജാണ്. അത് ഇന്ന് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ MLA-മാർക്കും കോളേജ് ഇല്ലാത്ത സ്ഥലത്ത് ഒരു സർക്കാർ കോളേജ് കൊടുക്കാൻ ആ ഗവൺമെന്റ് തീരുമാനിച്ചു. പലരും അവരുടെ ആ അസംബ്ലി മണ്ഡലത്തിന്റെ ഹെഡ്ക്വാർട്ടറിൽ, അതാണല്ലോ ഏറെ പ്രസിദ്ധി ഉണ്ടാകുക, പ്രചാരം ഉണ്ടാകുക. അപ്പൊ ആ മണ്ഡലത്തിലെ ഹെഡ്ക്വാർട്ടർ തെരഞ്ഞെടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടൗണ്, നഗരപ്രദേശം ഒക്കെ തെരഞ്ഞെടുത്താണ് അവരൊക്കെ കോളേജുകൾ അനുവദിച്ചെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ MLA കോളേജ് അനുവദിച്ചത് അധികം ആലോചിച്ചില്ല. 2 വട്ടം ആലോചിക്കാതെ വിദ്യാഭ്യാസപരമായി ജില്ലയിലും സംസ്ഥാനത്തും പിറകോട്ട് നിൽക്കുന്ന നമ്മുടെ ഗിരിവർഗ മേഖലയായ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവർ ജീവിക്കുന്ന അട്ടപ്പാടിയെയാണ് തെരഞ്ഞെടുത്തത് എന്നുള്ളത് നല്ലൊരു കൈയടി അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം അങ്ങനെ എല്ലാ ജനപ്രതിനിധികളും ചെയ്യില്ല. SSLC +2 സമ്പൂർണ്ണ A+, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ജേതാക്കളായ 800-ൽ പരം വിദ്യാർത്ഥി പ്രതിഭകളും 100% വിജയം കൈവരിച്ച 30ഓളം വിദ്യാലയങ്ങളും അനുമോദന സമ്മേളനത്തിൽ പങ്കെടുത്തു. എൻ ഷംസുദ്ദീൻ MLA അധ്യക്ഷനായി. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് സുരഭിലക്ഷ്മി എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പിന്നീട് എന്റെ ജീവിതം മാറ്റിമറിച്ചത് എന്റെ വീടിനടുത്തുള്ള ഒരു കള്ളുഷാപ്പിന്റെ മുന്നിൽ ഏതോ ഒരു കള്ളു കുടിച്ചു പോകുന്ന ഒരാള് ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു ദേശാഭിമാനി പത്രത്തിൽ നിന്നാണ്. അതിൽ നിന്നാണ് കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയില് BA ഭരതനാട്യത്തിന് 5 ഒഴിവും കൂടെ ബാക്കിയുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോ എന്റെ നാട്ടിലുള്ളത് ആകെ എന്താ പറയാ, ഭരതനാട്യം, മോഹിനിയാട്ടം, ഇങ്ങനെ ഇതൊക്കെ കലാമണ്ഡലത്തിൽ പോയി പഠിക്കണം എന്നുള്ള വിവരം അറിയാം. ഇപ്പൊ നമ്മളുടെ ബഹുമാനപ്പെട്ട കലക്ടർ പറഞ്ഞതുപോലെ അദ്ദേഹം വടകര എന്ന് പറഞ്ഞൊരു കുഞ്ഞു ടൗണിലാണ്. ഞാൻ അതിനേക്കാൾ ഉള്ളിലുള്ള ഒരു നരിക്കുനി എന്ന് പറയുന്ന കുറച്ചും കൂടി എന്താ പറയാ ഒരു കുഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെയുള്ള തൊട്ടടുത്തുള്ള സ്ഥലം ഉണ്ട് വട്ടോളി. നിങ്ങൾക്ക് എല്ലാം ചിരിയൊക്കെ വരുന്ന നല്ല സ്ഥലങ്ങളാണ്. വട്ടോളി, മൂർക്കംകുണ്ട്, ചെറ്റക്കടവ്, ചളിക്കോട് എന്നൊക്കെ പറയുന്ന വളരെ രസകരമായിട്ടുള്ള പേരുകളുള്ള ഒരു ഗ്രാമത്തിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലേക്ക് BA ഭരതനാട്യം പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പൊ ഡിഗ്രിക്ക് ഞാൻ BA ഇംഗ്ലീഷിന് ചേർന്നെങ്കിലും എനിക്കറിയാം എൻ്റെ അകത്ത് എവിടെയോ ഉള്ളത് ഒരു കലാകാരിയാണ്. ഞാൻ ആ കലാകാരിയാണ് തേടി പോകേണ്ടത്. അവിടേക്ക് പോയാൽ മാത്രമേ എനിക്ക് അത് എക്സൽ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ BA ഭരതനാട്യം പഠിക്കാൻ വേണ്ടി പോയത്. അവിടെ നിന്ന് അമൃത TV ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. അപ്പോഴും നമുക്കൊരു മനസ്സിലായി ഇന്ത്യൻ സായുധ സേനയുടെ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ പങ്കെടുത്ത മണ്ണാർക്കാട് സ്വദേശി NB സുബേദാർ C ഹസൈനാർ NMMS പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 2ാം റാങ്ക് നേടിയ നെല്ലിപ്പുഴ DHSS വിദ്യാർത്ഥിനി MK ഹിബ ഫാത്തിമ, +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ M രമ്യശ്രീ, സമ്പൂർണ്ണ A+ വിജയികൾ, സ്കോളർഷിപ്പ് ജേതാക്കൾ തുടങ്ങിയവർക്ക് ഫ്ലെയിം എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിച്ചു. മികച്ച വിദ്യാലയങ്ങൾക്കുള്ള അച്ചീവ്മെന്റ് പുരസ്കാരങ്ങളുടെ വിതരണം, മണ്ഡലത്തിലെ പത്രമാധ്യമ പ്രവർത്തകർക്കുള്ള സ്നേഹാദരം, സുസ്ഥിര മികവിന്റെ 14 വർഷങ്ങൾ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. രമ്യശ്രീ 1200-ൽ 1200 സയൻസ് വിഷയത്തിൽ നേടി നാടിന്റെ അഭിമാനമായി മാറിയ രമ്യശ്രീ സംഘാടക സമിതി ചെയർമാൻ ഹമീദ് കൊമ്പത്ത് ഫ്ലെയിം അവാർഡുകളുടെ വിശകലനവും സിദ്ദിഖ് പാറോക്കോട്ട് റിപ്പോർട്ട് അവതരണവും നടത്തി. നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, AEOC അബൂബക്കർ, അഡ്വക്കേറ്റ് TS സിദ്ദിഖ്, KPS പയ്യനടം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ,
ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൺവീനർ ഡോക്ടർ ടി സൈനുൽ ആബിദ് സ്വാഗതവും ജോയിന്റ് കൺവീനർ കെ ജി ബാബു നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്.